പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് മുനീർ. യൂത്ത് കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ്. നാളെ റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ ചെറുതോണിയിലെ ഓഫീസിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു സമരവുമായി കടന്നു വരികയാണ്. ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് ഞങ്ങൾ കടന്നു വരുന്നത്. കാരണം 1960 ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ പട്ടയവും നിർമ്മാണ പ്രവർത്തനങ്ങളുമെല്ലാം സുഗമമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ ഗവൺമെൻറ്റുകൾ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി ഭൂഭേദഗതിക്ക് ചട്ടങ്ങൾ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ സെക്ഷൻ 4 ഒരു പുതിയ ഭേദഗതി കൂടി ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ക്രമവൽക്കരിക്കണം, മാത്രമല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പ്രൊസീജിയർ കൂടി അവർ ആഡ് ചെയ്യുമ്പോൾ ഇത് ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായി വന്നിരിക്കുന്നു. ക്രമവൽക്കരിക്കുന്നതിലൂടെ ഈ എല്ലാ പെർമിറ്റും ഗവൺമെൻറ് ഫീസും ലേബർ ചാർജും ഒറ്റത്തവണ ലേബർ കൂലിയുമെല്ലാം അടച്ച് വർഷാവർഷം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സ്ഥലത്തിനുമെല്ലാം നമ്മൾ ടാക്സും എല്ലാം അടച്ചു വരുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അനധികൃതമാണ്. ഇനി നമ്മൾ ഫീസെല്ലാം അടച്ച് ഗവൺമെൻറ്റിന് ക്രമവൽക്കരിക്കണമെന്നാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ക്രമവൽക്കരിക്കുന്നത് 3000 സ്ക്വയർ ഫീറ്റ് മുതൽ 5000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്ഥലത്തിൻ്റെ ഫെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫീസ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഫെയർ വാല്യൂവിൻ്റെ 5% ഫീസ് അടച്ചുകൊണ്ട് നമുക്ക് ക്രമവൽക്കരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 5000 മുതൽ 10000 വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫെയർ വാല്യൂവിൻ്റെ 10%, 10000 മുതൽ 25000 വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫെയർ വാല്യൂവിൻ്റെ 20%, 25000 മുതൽ 50000 വരെയുള്ള സ്ക്വയർ ഫീറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫെയർ വാല്യൂവിൻ്റെ 40%, 50000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫെയർ വാല്യൂവിൻ്റെ 50% ഫീസ് അടച്ചുകൊണ്ട് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഫെയർ വാല്യൂ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 2 വില്ലേജുകൾ ഒന്നിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഒരു വില്ലേജ് ഒരു ഫെയർ വാല്യൂവും തൊട്ടടുത്ത് കിടക്കുന്ന വില്ലേജിൽ ഒരേ ഫ്ലോട്ടിൽ തന്നെ 2 ഇരട്ടിയും 10 ഇരട്ടിയുമെല്ലാം ഫെയർ വാല്യൂയിൽ മാറ്റം വന്നിരിക്കുന്നു. റോഡിന് അപ്പുറവും ഇപ്പുറവുമെല്ലാം 2 ഇരട്ടിയും 10 ഇരട്ടിയുമെല്ലാം ഫെയർ വാല്യൂയിൽ മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു അമിത ഭാരമാണ് എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് സ്കൂളുകളോ കോളേജുകളോ അല്ലെങ്കിൽ തിയേറ്ററുകളോ ടെൻറ്റുകളോ അടിക്കുമ്പോൾ വലിയ ഫീസുകൾ അടച്ചുകൊണ്ട് അത് നമുക്ക് ക്രമവൽക്കരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഇത്രയും കാലം എല്ലാ ഫീസുകളും ഗവൺമെൻറ് ഫീസുകളും എല്ലാം അടച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം നിർമ്മിതി അത് തെറ്റാണ് എന്ന് ഗവൺമെൻറ് പറയുമ്പോൾ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കില്ല. ഞങ്ങൾക്ക് നിർമ്മാണ നിരോധനം ഇപ്പോൾ ജില്ലയിൽ തുടരുകയാണ്. നിർമ്മാണ നിരോധനത്തെക്കുറിച്ച് ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടില്ല. 2019 ഹൈക്കോടതിയുടെ വിധി ഇവിടെ ഉണ്ടാകുന്ന കയ്യേറ്റങ്ങളുടെ ഭാഗമായി ഹൈക്കോടതിയിൽ വന്ന കേസിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ നിരോധനം ജില്ലയിൽ തുടരുകയാണ്. നിർമ്മാണ നിരോധനത്തെക്കുറിച്ച് ചട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അതുമല്ല, ഇവിടെ ജില്ലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 18,000 കോടിയുടെ പാക്കേജ് അനുവദിച്ചിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. വന്യജീവി ശല്യം ജില്ലയിൽ പല മേഖലകളിലും തുടരുകയാണ്. അതിനെക്കുറിച്ച് ഗവൺമെൻറ് ഒന്നും പറയുന്നില്ല. ഇതൊന്നും പറയാതെ ക്രമവൽക്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഖജനാവ് കാലിയായ ഒരു സർക്കാർ ഇടുക്കി ജില്ലയെ കൊള്ളയടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല. ഇതിനെതിരെ ശക്തമായി സമരവുമുണ്ടാകും. സബ്ജക്റ്റ് കമ്മിറ്റി വിട്ടിരിക്കുന്ന ഈ ചട്ടത്തിന് ഒരു ഭേദഗതി വരുത്തണം. മാത്രമല്ല, ക്രമവൽക്കരിക്കുന്നതിന് ഫീസ് എടുത്തു കളയണമെന്നും ഉപാധിരഹിത പട്ടയം വേണമെന്നും പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നാളെ റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ ഓഫീസിലേക്ക് സമരവുമായി കടന്നു വരികയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ സമരകാഹളമാണ്. ഇടുക്കി ജില്ലയെ
ജനങ്ങളോടൊപ്പമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.